നമസ്കാരം. വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ രൂപീകരണത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറ്റിമറിക്കപ്പെട്ടപ്പോൾ അർഹമായ മന്ത്രിസ്ഥാനം കൈവിട്ടുപോയത് ഷാനിമോൾ ഉസ്മാൻ എന്ന മുതിർന്ന നേതാവിനാണ്. ഷാനിയെ മന്ത്രിസഭയിലെത്തിക്കാൻ വി.ഡി. സതീശൻ ശക്തമായി വാദിച്ചെങ്കിലും അത് നടപ്പിലായില്ല. തൽക്കാലം ഡെപ്യൂട്ടി സ്പീക്കർ പദവി കൊണ്ട് ഷാനിമോൾക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. വനിതാ മന്ത്രിയായി ബിന്ദു കൃഷ്ണയും കെ എ തുളസിയും ഇടം പിടിച്ചു. കോൺഗ്രസ് നിരയിലെ ഏറ്റവും സീനിയറായ വനിതാ നേതാവും KPCC കോർ കമ്മിറ്റിയിലെ ഏക പെൺകരുത്തുമായി ഷാനിമോൾ ഉസ്മാൻ നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാകും. 1960 നഫീസത്ത് ബീവി അലങ്കരിച്ച അതേ കസേരയിലേക്ക് 66 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു മുസ്ലിം വനിതാ നേതാവ് എത്തുമ്പോൾ അത് ചരിത്ര നിയോഗമായി മാറുകയാണ്. സതീശൻ മന്ത്രിസഭയിൽ ഷാനിമോൾക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നതാണ്. AICC സെക്രട്ടറി എന്ന നിലയിലും KPCCയിലെ നിർണായക ശക്തി എന്ന നിലയിലും ഷാനിമോൾക്ക് മുൻഗണനയുണ്ടായിരുന്നു. എന്നാൽ ഐ ഗ്രൂപ്പിലെയും KC വേണുഗോപാൽ പക്ഷത്തെയും പുരുഷ കേസരികൾ മന്ത്രിസ്ഥാനത്തിനായി പിടിമുറുക്കിയതോടെ ഷാനിമോൾ തഴയപ്പെട്ടു. വനിതാ പ്രാതിനിധ്യം വേണമെന്ന മുറവിളി ഉയർന്നപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയാണ് ഷാനിമോൾക്ക് ലഭിച്ചത്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു നിയമനം നടക്കുന്നത്. 1960 മുതൽ 63 വരെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന നഫീസത്ത് ബീവിക്ക് ശേഷം ആ പദവിയിലേക്ക് എത്തുന്ന മുസ്ലിം വനിതയാവുകയാണ് ഷാനിമോൾ. കോൺഗ്രസിൽ ദേശീയതലത്തിലും അറിയപ്പെടുന്ന മുസ്ലിം വനിതാ നേതാവാണ് ഷാനിമോൾ. മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതിൽ ഒരു വിഭാഗം അണികൾക്ക് അമർഷമുണ്ടെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലൂടെ ഷാനിമോൾക്ക് അല്പമെങ്കിലും നീതി ലഭിച്ചു. എന്നാൽ 1960 നഫീസത്ത് ബീവി ഇരുന്ന അതേ കസേരയിലേക്ക് 2026 ഷാനിമോൾ ഉസ്മാൻ എത്തുമ്പോൾ അത് ചരിത്രത്തിന്റെ ഭാഗവുമാണ്. നഫീസത്ത് ബീവിയുടെ ചരിത്രം ഓർമ്മിപ്പിച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകൻ PT നാസർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: 1960 നഫീസത്ത് ബീവി ഇരുന്ന കസേരയിലേക്ക് 2026 ഷാനിമോൾ ഉസ്മാൻ. 1960 മാർച്ച് 10 മുതൽ 1964 സെപ്റ്റംബർ 10 വരെ കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു അഡ്വക്കേറ്റ് A. നഫീസത്ത് ബീവി. KM സീതി സാഹിബ്, CH മുഹമ്മദ് കോയ എന്നീ പ്രഗത്ഭ സ്പീക്കർമാരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് മാത്രമല്ല, സീതി സാഹിബിന്റെ മരണത്തിന് ശേഷവും CH സ്പീക്കറായിരിക്കെ മുസ്ലിം ലീഗ് മുന്നണി വിട്ടുപോയപ്പോഴും സ്പീക്കറുടെ ചുമതല വഹിക്കാനും നഫീസത്ത് ബീവിക്ക് ഭാഗ്യമുണ്ടായി. 1960 തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് നഫീസത്ത് ബീവി നിയമസഭയിലെത്തിയത്. ഒരു മണ്ഡലത്തിനപ്പുറം അരൂരിൽ നിന്നാണ് പിൻഗാമിയായ ഷാനിമോൾ ഉസ്മാൻ നിയമസഭയിലെത്തുന്നത്. രണ്ടുപേരും അടിയുറച്ച കോൺഗ്രസുകാർ. സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാവുന്ന വിധം പ്രായം കൊണ്ടും അവശമായപ്പോഴും KPCC ഓഫീസിലെ നിത്യ സന്ദർശകയായിരുന്നു നഫീസത്ത് ബീവി. 2015 മെയ് 11 അന്ത്യം. തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. KPCC അംഗവും AICC അംഗവുമായിരുന്ന നഫീസത്ത് ബീവി ഒരിക്കൽ ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും തോറ്റു. കേരള വനിതാ കമ്മീഷൻ അംഗവുമായിട്ടുണ്ട്. ഷാനിമോളും AICC അംഗവും KPCC അംഗവുമായിരുന്നു. രണ്ടുപേരും നിയമബിരുദമെടുത്തവരാണ്. ചരിത്രം കറങ്ങിത്തിരിഞ്ഞ് വന്നപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെ നഫീസത്ത് ബീവിക്ക് പിൻഗാമി വരികയാണ്. ചരിത്രത്തിലിടം പിടിക്കട്ടെ. 1957 ആദ്യ നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ വനിതയായിരുന്നു KO ആയിഷ ഭായ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി കായംകുളം മണ്ഡലത്തിൽ നിന്നാണ് ആയിഷ ഭായ് നിയമസഭയിലെത്തിയത്. CPI ടിക്കറ്റിൽ കിളിമാനൂരിൽ നിന്ന് സഭയിലെത്തിയ ഭാർഗവി തങ്കപ്പനും ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. 1987 മുതൽ 1991 വരെ എന്നുമാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. ആലപ്പുഴ മണ്ണിൽ നിന്ന് പടിപടിയായി ഉയർന്ന് അഖിലേന്ത്യാ തലത്തിൽ വരെ പാർട്ടിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഷാനിമോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് ചുവടുവെക്കുന്നത്. KSUവിന്റെ സംസ്ഥാന ഭാരവാഹിയായും പിന്നീട് മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയായും അവർ തിളങ്ങി. തുടർച്ചയായി 3 തെരഞ്ഞെടുപ്പ് തോൽവികൾ നേരിട്ടിരുന്നു ഷാനിമോൾ. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തിരിച്ചടികൾ നേരിട്ടപ്പോഴും ഷാനിമോൾ തളർന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നേരിയ വോട്ടിന് പരാജയപ്പെട്ടെങ്കിലും മാസങ്ങൾക്ക് ശേഷം നടന്ന അരൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആ കുറവ് അവർ നികത്തി. ഇടതുകോട്ടയായ അരൂരിനെ UDFനൊപ്പം ചേർത്തത് ഷാനിമോളുടെ വ്യക്തിപരമായ സ്വീകാര്യതയും കാഴ്ചപ്പാടുമായിരുന്നു. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും ഇക്കുറി വിജയം ഷാനിമോൾക്കൊപ്പം നിന്നു. പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പുകൾക്ക് അതീതമായി സ്വന്തം നിലപാടുകൾ തുറന്നു പറയാനും ഷാനിമോൾ മടികാട്ടാറില്ല.